ഇടുക്കി ജില്ലാ ട്രഷറി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരുന്നതായി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പറഞ്ഞു. ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ട്രഷറി ഇല്ലാത്തത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ്. എല്ലാ ജില്ലാ ഓഫീസുകളും ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ട്രഷറിയും പൈനാവിലേക്ക് വരുന്നതെന്നും സി.വി. വർഗീസ് പറഞ്ഞു. ഇടുക്കി ജില്ലാ ട്രഷറി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയായതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പറഞ്ഞു. ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ട്രഷറി ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഇടുക്കിയാണ്. എല്ലാ ജില്ലാ ഓഫീസുകളും ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ട്രഷറിയും പൈനാവിലേക്ക് വരുന്നത് എന്നും സി.വി. വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരത്തിൽ വന്നതോടുകൂടി ജില്ലാ ആസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ ഓഫീസുകൾക്ക് സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 32ഓളം വരുന്ന വിവിധ മേഖലയുടെ ഓഫീസുകൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ജില്ലാതല ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായി ജില്ലാ ആസ്ഥാനത്തേക്ക് ട്രഷറി വരാനുള്ള സൗകര്യം ജില്ലാ പഞ്ചായത്ത് സൗകര്യവും സ്ഥലവും അനുവദിച്ചു കൊടുത്തു. ജില്ലാ ട്രഷറി മാത്രമാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. അവിടെ മൂലമറ്റത്ത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ് ട്രഷറി അവിടെ തന്നെ അതേ ബിൽഡിംഗിൽ തന്നെ നിലനിർത്തും. അതേസമയം സബ് ട്രഷറിയുടെ പ്രവർത്തനം മൂലമറ്റത്ത് തന്നെ തുടരുമെന്നും വർഗീസ് വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ജില്ലാ ആസ്ഥാനത്തിന് ആവശ്യമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ എക്കാലവും നടത്തി വന്നിരുന്നു എന്നും ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പതിറ്റാണ്ടുകളായി മൂലമറ്റത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ട്രഷറി പൈനാവിലേക്ക് മാറ്റുന്നത് എന്നും സി.വി. വർഗീസ് പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.